നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ പാർവതി. പ്രധാന വാർത്തകൾ. വിജിലൻസ് പരിശോധനയെ പുനലൂർ നഗരസഭ സ്വാഗതം ചെയ്യുന്നെന്നും അതിന്റെ പേരിൽ നടക്കുന്ന രാഷ്ട്രീയ മുതലെടുപ്പ് അവസാനിപ്പിക്കണമെന്നും നഗരസഭ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് BMS ഗ്രാമപഞ്ചായത്ത് ഓഫീസുകൾ ഉപരോധിച്ചു. ചിത്ര ഗ്രാമപഞ്ചായത്തിൽ അംഗൻവാടി കുട്ടികൾക്ക് വാത്സല്യ കിടക്കകൾ വിതരണം ചെയ്തു. പുനലൂരിൽ നാടൻ ഭക്ഷണങ്ങളുടെ രുചിക്കൂട്ടൊരുക്കാൻ 24-ന് ഫുഡ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നു. വാർത്തകൾ വിശദമായി. വിജിലൻസ് പരിശോധനയെ പുനലൂർ നഗരസഭ സ്വാഗതം ചെയ്യുന്നതായി ഭരണകർത്താക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നഗരസഭയിൽ നടന്ന വിജിലൻസ് പരിശോധനയുമായി ബന്ധപ്പെട്ട് തെറ്റായ വാർത്ത പ്രചരിച്ചതിനാലാണ് വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തത്. പുനലൂർ നഗരസഭയിൽ നടപ്പാക്കുന്ന പദ്ധതികളിൽ അഴിമതിയില്ലെന്നും അതുകൊണ്ട് തന്നെ വിജിലൻസ് അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നതായും പുനലൂർ നഗരസഭാ ചെയർപേഴ്സൺ ഗ്രേസി ജോൺ വെള്ളിയാഴ്ച നഗരസഭാ ഓഫീസിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വിജിലൻസ് സംഘം പുനലൂർ നഗരസഭയിൽ പരിശോധന നടത്തിയിരുന്നു. പരിശോധനയിൽ താൽക്കാലിക നിയമനങ്ങളിലും വാഹനം വാങ്ങിയതിലും ക്രമക്കേടുകൾ കണ്ടെത്തിയിരുന്നതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ യാതൊരുതര ക്രമക്കേടും നടന്നിട്ടില്ലെന്നും PSCയിൽ ഒഴിവുകളുടെ വിവരം അറിയിച്ചിരുന്നു. എന്നാൽ ആളെ നിയമിക്കാതെ വന്നതിനെ തുടർന്നാണ് താൽക്കാലിക നിയമനങ്ങൾ നടത്തിയതെന്നും പുനലൂരിൽ കഴിഞ്ഞ വേനലിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായതിനെ തുടർന്നാണ് ജനങ്ങൾക്ക് വെള്ളം എത്തിക്കുന്നതിനായി ടാങ്കർ ലോറി വാങ്ങിയതെന്നും അതുകൊണ്ട് തന്നെ വിജിലൻസ് അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നതായും ചെയർപേഴ്സൺ പറഞ്ഞു. വിജിലൻസ് അന്വേഷണത്തെ പുനലൂർ നഗരസഭയിൽ ഭരണസമിതി ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. കാരണം ഇവിടെ ഒരു അഴിമതി നടന്നിട്ടില്ലെന്ന് ഭരണകർത്താക്കളായ ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. പുനലൂർ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ വിവിധ ഫണ്ടുകളും തനത് ഫണ്ടും ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഭരണ സംവിധാനം എന്ന നിലയിൽ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നുള്ള പരിശോധനയ്ക്ക് നഗരസഭകളിൽ സാധാരണമായാണ്. മുന്നണി രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ മത്സരിച്ച് ജയിച്ചു വരുന്ന ഭരണസമിതി ഭരണ നേതൃത്വം നൽകുന്നു എന്നതുകൊണ്ട് തന്നെ ഭരണ പ്രതിപക്ഷ പ്രവർത്തനങ്ങൾ എല്ലാ നഗരസഭയിലും ഉണ്ട്. ഭരണത്തിനെതിരായ പ്രതിപക്ഷ നിലപാടും സമരങ്ങളും നമ്മുടെ ജനാധിപത്യ സംവിധാനത്തെ ശക്തിപ്പെടുത്തുന്ന ഒന്നാണ്. ആ നിലയിൽ യൂത്ത് കോൺഗ്രസിന്റെയോ സമരങ്ങളെ സഹിഷ്ണുതയോടെ ഞങ്ങൾ നോക്കിക്കാണുകയാണ്. എന്നാൽ വിജിലൻസ് പരിശോധനയുമായി ബന്ധപ്പെട്ട് സത്യവിരുദ്ധമായ വാർത്തകൾ പ്രചരിപ്പിക്കുകയും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്നു എന്ന യാഥാർത്ഥ്യം ഞങ്ങൾ പങ്കുവയ്ക്കുകയാണ്. പേര് വയ്ക്കാത്ത ചില പരാതികളുടെ അടിസ്ഥാനത്തിൽ നഗരസഭയിൽ വിജിലൻസ് നടത്തിയ സമഗ്ര പരിശോധനയിൽ ഒരു അഴിമതിയും ആരോപിക്കുവാനോ തുടർ നടപടികൾ എടുക്കുവാനോ അവർക്ക് കഴിഞ്ഞില്ല എന്നത് ഞങ്ങൾക്ക് അഭിമാനം പകരുന്നതാണ്. വിജിലൻസ് സംശയ നിവാരണത്തിനായി ചില ഫയലുകൾ ആവശ്യപ്പെട്ടതും വിശദീകരണങ്ങൾ തേടിയിട്ടുള്ളതും 2 കാര്യങ്ങളിൽ മാത്രമാണ്. ഒന്ന്, താൽക്കാലിക നിയമനങ്ങൾ. താൽക്കാലിക നിയമനവുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടുത്തെ ഡ്രൈവർമാര് നമുക്കറിയാം, ഈ കഴിഞ്ഞ കാലങ്ങളിൽ കുടിവെള്ള പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം കേരളം ഒട്ടുക്കെ കുടിവെള്ളത്തിന് രൂക്ഷമായ കുടിവെള്ളം പ്രശ്നം നേരിടുമ്പോൾ പുനലൂർ നഗരസഭ കുടിവെള്ളം ജനങ്ങൾക്ക് കൊടുത്ത് യഥാർത്ഥത്തിൽ ജനങ്ങൾ ഒരു പരാതിക്കിട നൽകാത്ത വിധം ഇവിടുത്തെ ഡ്രൈവർമാർ ഓടിയത് കൊണ്ടാണ് അങ്ങനെ പരാതി നമുക്ക് ലഭിക്കാതിരുന്നതും. 2 പ്രാവശ്യവും 2 കളക്ടർമാരും ചെയർപേഴ്സൺ എന്ന നിലയിൽ എന്നെ വിളിച്ച് അഭിനന്ദിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം അത്രമാത്രം നന്നായിട്ട് ഇവിടെ കുടിവെള്ളം കൊടുത്തു എന്ന് പറഞ്ഞു. വിജിലൻസ് അന്വേഷണത്തിന്റെ പശ്ചാത്തലത്തിൽ യൂത്ത് കോൺഗ്രസ് നടത്തിവരുന്ന സമരങ്ങളെ നഗരസഭ സഹിഷ്ണുതയോടെയാണ് കാണുന്നത്. എന്നാൽ വിജിലൻസ് പരിശോധനയുമായി ബന്ധപ്പെട്ട് സത്യവിരുദ്ധമായ വാർത്താ പ്രചരണങ്ങളെ ജനങ്ങൾ തിരിച്ചറിയണമെന്നും ചില ശക്തികളുടെ സമ്മർദ്ദത്തെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളെ അത്തരത്തിലാണ് നഗരസഭ കാണുന്നതെന്നും ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ തീരുമാനമെടുത്താണ് ജീവനക്കാരെ നിയമിച്ചത്. ഉമ്മാക്കി കാണിച്ച് പേടിപ്പിക്കാമെന്ന് ആരെങ്കിലും വിചാരിച്ചാൽ വില പോകില്ലെന്നും വൈസ് ചെയർമാൻ പറഞ്ഞു. വിജിലൻസ് പരിശോധനയുടെ പേരിൽ പുനലൂർ നഗരസഭയെയും അതിന്റെ ഭരണാധികാരികളെയും അധിക്ഷേപിക്കാൻ ഏതോ മഹാ അഴിമതി നടന്നിരിക്കുന്നു എന്ന് പ്രചരിപ്പിക്കാനായിട്ട് ചില രാഷ്ട്രീയ എതിരാളികൾ ഇറങ്ങിപ്പുറപ്പെട്ടിട്ടുണ്ട്. അവർ വസ്തുതകൾ തിരിച്ചറിഞ്ഞിട്ടാകണം പ്രചരണം നടത്തേണ്ടത് എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കാനാണ് ഈ പത്രസമ്മേളനം വിളിച്ചത്. വിജിലൻസ് പരിശോധിക്കുന്നതും പ്രതിപക്ഷത്തിന്റെ റോള് നിർവഹിക്കുന്നതുമെല്ലാം ഒരു ജനാധിപത്യ സമൂഹത്തിൽ അനിവാര്യമായിട്ടുള്ള സംഗതിയാണ്. ഇവിടെ വിജിലൻസ് പരിശോധനയുടെ ഭാഗമായി നടക്കുന്ന പ്രചരണങ്ങൾ വസ്തുതയ്ക്ക് നിരക്കാത്തതാണ്. രാഷ്ട്രീയമായി വിജിലൻസിനെ വെച്ചിട്ട് ഇങ്ങനെ വാർത്തയെല്ലാം കൊടുത്ത് ഭരണത്തെ സ്തംഭിപ്പിക്കുക, ദൈനംദിന പ്രവർത്തനത്തെ സ്തംഭിപ്പിക്കുക എന്നതാണ് ലക്ഷ്യമിടുന്നത് എങ്കിൽ ഞങ്ങൾ ഒരുപാട് രാഷ്ട്രീയ സമരങ്ങളിലും പോരാട്ടങ്ങളിലും പങ്കെടുത്ത് നഗരസഭാ ഭരണാധികാരികളായവരാണ്. ഞങ്ങളെ ഉമ്മാക്കി കാട്ടി ആരും പേടിപ്പിക്കേണ്ടതില്ല. ഒരു നിലയിലുള്ള അന്വേഷണത്തെയും ഞങ്ങൾ ഭയപ്പെടുന്നില്ല എന്ന് മാത്രമല്ല, വിജിലൻസ് അന്വേഷണമല്ല, അതിനേക്കാൾ ഏറ്റവും വലിയ ഏജൻസിയുടെ അന്വേഷണത്തെയും സർവാത്മന പുനലൂർ നഗരസഭാ കൌൺസിൽ സ്വാഗതം ചെയ്യുകയാണ്. നാളെയും ഈ നാട്ടിലെ ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം
പരിഹാരമുണ്ടാക്കാൻ പ്രാദേശിക ഗവൺമെന്റുകൾ എന്ന നിലയിലുള്ള ഉത്തരവാദിത്വം പുനലൂർ നഗരസഭ നിർവഹിക്കുക തന്നെ ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ നഗരസഭാ വൈസ് ചെയർമാൻ എസ് ബിജു, മുൻ വൈസ് ചെയർമാൻ വി പി ഉണ്ണികൃഷ്ണൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ വസന്ത രഞ്ജൻ, ചാലക്കോട് വാർഡ് കൌൺസിലർ നജീമ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കേരള മെഡിക്കൽ ആൻഡ് സെയിൽസ് റെപ്രസെന്റേറ്റീവ് അസോസിയേഷന്റെ വാഹന പ്രചരണ ജാഥയ്ക്ക് കൊട്ടാരക്കരയിൽ സ്വീകരണം നൽകി. അഡ്വക്കേറ്റ് പി ഐഷ പോറ്റി MLA സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേരള മെഡിക്കൽ ആൻഡ് സെയിൽസ് റെപ്രസെന്റേറ്റീവ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടത്തിയ വാഹന പ്രചരണ ജാഥയ്ക്ക് കൊട്ടാരക്കരയിൽ സ്വീകരണം നൽകി. വെള്ളിയാഴ്ച വൈകിട്ട് താലൂക്ക് ആശുപത്രി ജംഗ്ഷനിൽ നടന്ന സ്വീകരണ സമ്മേളനം അഡ്വക്കേറ്റ് പി ഐഷ പോറ്റി MLA ഉദ്ഘാടനം ചെയ്തു. CITU കൊട്ടാരക്കര ഏരിയ കമ്മിറ്റി സെക്രട്ടറി കെ ബാബു അധ്യക്ഷനായി. ഔഷധ വിലക്കയറ്റം തടയുക, ബഹുരാഷ്ട്ര ഔഷധ കുത്തകകളുടെ ആധിപത്യം തടയുക, മെഡിക്കൽ സെയിൽസ് റെപ്രസെന്റേറ്റീവുമാർക്ക് തൊഴിൽ നിയമങ്ങൾ നടപ്പാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് 2 മുതൽ 6 വരെ തുടർച്ചയായി സെക്രട്ടേറിയറ്റിനു മുന്നിൽ സത്യാഗ്രഹം അനുഷ്ഠിക്കുന്നതിന്റെ പ്രചരണാർത്ഥമാണ് വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചത്. കൊല്ലം ജില്ലയിലെ പര്യടനം ചിന്നക്കട പ്രസ് ക്ലബ് മൈതാനത്ത് സമാപിക്കും. സമാപനത്തോടനുബന്ധിച്ച് ആരോഗ്യ മേഖലയിൽ ബഹുരാഷ്ട്ര മരുന്ന് കമ്പനികൾ ഉയർത്തുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി നടത്തുന്ന സെമിനാർ KN ബാലഗോപാൽ MP ഉദ്ഘാടനം ചെയ്യും. അസോസിയേഷൻ ഏരിയ സെക്രട്ടറി S വെങ്കടേഷ്, സംസ്ഥാന കമ്മിറ്റി അംഗം S അജീഷ്, സംസ്ഥാന സെക്രട്ടറി MM ഹനീഫ എന്നിവർ സ്വീകരണ യോഗത്തിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. ചിത്ര ഗ്രാമപഞ്ചായത്തിലെ 2013-14 സാമ്പത്തിക വർഷത്തെ ജനകീയാസൂത്രണ പദ്ധതി പ്രകാരമുള്ള ഫലവൃക്ഷ തൈകൾ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S മുരളീധരൻ നായരാണ് വൃക്ഷത്തൈകൾ വിതരണം ചെയ്തത്. ചിത്ര ഗ്രാമപഞ്ചായത്ത് 2013-14 ജനകീയാസൂത്രണ പദ്ധതി പ്രകാരമുള്ള ഫലവൃക്ഷ തൈകൾ വിതരണം ചെയ്തു. കൊട്ടാരക്കര കാർഷിക ഗ്രാമവികസന ബാങ്ക് പ്രസിഡന്റ് കൊല്ലായിൽ സുരേഷിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ചിത്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S മുരളീധരൻ നായർ വൃക്ഷത്തൈകൾ വിതരണം ചെയ്തു. നാടിനാവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ വീട്ടുവളപ്പിൽ ഉൽപ്പാദിപ്പിച്ച് അതിലൂടെ ഗ്രാമീണർ സ്വയം പര്യാപ്തരാകുന്നതിന് ഇത്തരത്തിൽ ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുവാൻ മുന്നോട്ട് വരണമെന്ന് പ്രസിഡന്റ് ആവശ്യപ്പെട്ടു. പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 230 കർഷകർക്കാണ് തൈകൾ വിതരണം ചെയ്തത്. പ്ലാവ്, മാവ്, പേര, കൊടംപുളി, ചെറി, സപ്പോട്ട തുടങ്ങി 10 ഫലവൃക്ഷ തൈകളാണ് വിതരണം ചെയ്തത്. കൃഷി ഓഫീസർ ഭാസ്കരൻ പിള്ള സ്വാഗതം പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് അംഗം ശ്യാമളകുമാരി, തലവരമ്പ് അൻസർ, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ മോഹനചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. പുനലൂർ മൂവാറ്റുപുഴ പാതയിലെ മുക്കടവ് പാലം തകർച്ചയുടെ വക്കിൽ. ദിനംപ്രതി ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന പാതയിൽ അറ്റകുറ്റപ്പണികൾ നടത്താത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു. മുക്കടവ് പാലം അപകട ഭീഷണി നേരിടുന്നു. പുനലൂർ മൂവാറ്റുപുഴ പാതയിലെ പ്രധാന പാലമാണ് മുക്കടവ് പാലം. ദിനംപ്രതി ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന ഈ പാലം കടുത്ത ബലക്ഷയം നേരിടുകയാണ്. 1992 ചെമ്പനരുവി ഉരുൾപൊട്ടലിനെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ കൂറ്റൻ തടികൾ പാലത്തിൽ വന്നിരിച്ചിരുന്നു. അതിനുശേഷം പാലത്തിന് ബലപ്പെടുത്തലുകൾ ഒന്നും തന്നെ നടന്നിരുന്നില്ല. വാഹനങ്ങൾ കയറുമ്പോൾ പാലത്തിന് ശക്തമായ ഉലച്ചിൽ ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ട്. കൂടാതെ ഈ പാലത്തിലൂടെയാണ് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പും ടെലിഫോൺ കേബിളുകളും കടന്നുപോകുന്നത്. പാലത്തിന്റെ ഇരുവശങ്ങളിലും ആലുകിളിർത്ത് കൽഭിത്തികൾക്ക് വിള്ളൽ സംഭവിച്ചിട്ടുണ്ട്. കൈവരികൾ തകർന്നിട്ടുമുണ്ട്. ശബരിമല സീസണിൽ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ ഇതുവഴിയാണ് കടന്നുപോകാറുള്ളത്. കൂടാതെ പാലത്തോട് ചേർന്നാണ് ശബരിമല ഭക്തർക്കായി കുളിക്കടവും സജ്ജമാക്കിയിരിക്കുന്നത്. പാലത്തിൽ അറ്റകുറ്റപ്പണികൾ നടത്തണമെന്ന് നിരവധി തവണ ആവശ്യം ഉയർന്നിരുന്നെങ്കിലും പൊതുമരാമത്ത് വകുപ്പ് ഇക്കുറിയും പാലം നവീകരണത്തിന് തുക വകയിരുത്തിയിട്ടില്ല. ന്യൂസ് ബ്യൂറോ, പുനലൂർ. BMS അഞ്ചൽ തെന്മല പഞ്ചായത്ത് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസുകളിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. അഞ്ചൽ മാർച്ച് BMS ജില്ലാ സെക്രട്ടറി T രാജേന്ദ്രൻ പിള്ളയും തെന്മല മാർച്ച് ജില്ലാ ജോയിന്റ് സെക്രട്ടറി K ശിവരാജനും ഉദ്ഘാടനം ചെയ്തു. BMS അഞ്ചൽ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഞ്ചൽ ഗ്രാമപഞ്ചായത്തിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾക്ക് 200 തൊഴിൽ ദിനങ്ങളും 300 രൂപ വേതനവും ഉറപ്പാക്കുക, വിലക്കയറ്റം തടയുക, എല്ലാവർക്കും ഭൂമി നൽകുക, തൊഴിലാളികൾക്ക് എല്ലാ മേഖലകളിലും PF, ESI മുതലായ ആനുകൂല്യങ്ങൾ നടപ്പാക്കുക തുടങ്ങി 21 ഇന ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. ഉപരോധ സമരം BMS ജില്ലാ സെക്രട്ടറി T രാജേന്ദ്രൻ പിള്ള ഉദ്ഘാടനം ചെയ്തു. BMS അഞ്ചൽ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ശ്രീകുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ധർണയ്ക്ക് BMS അഞ്ചൽ മേഖലാ സെക്രട്ടറി മഹേഷ് അഞ്ചൽ സ്വാഗതം പറഞ്ഞു. BMS ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഏരൂർ മോഹനൻ, അഞ്ചൽ മേഖലാ പ്രസിഡന്റ് തോട്ടത്തിൽ ദിലീപ് തുടങ്ങിയവർ സംസാരിച്ചു. മാർച്ച് RSS കാര്യാലയത്തിനു മുന്നിൽ നിന്നും ആരംഭിച്ച് മുക്കട ജംഗ്ഷൻ, RO ജംഗ്ഷൻ വഴി പഞ്ചായത്ത് പടിക്കൽ സമാപിച്ചു. മാർച്ചിനും ധർണയ്ക്കും BMS നേതാക്കളായ ചന്ദ്രൻപിള്ള, ലിജു, ജഗദീഷ്, രാജൻ തുടങ്ങിയവർ നേതൃത്വം നൽകി.
BMS തെന്മല പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച മാർച്ച് രാവിലെ 11 മണിക്ക് തെന്മല ഡിപ്പോയിൽ നിന്നും ആരംഭിച്ചു. തെന്മല ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിന് മുന്നിൽ മാർച്ച് പോലീസ് തടഞ്ഞു. തുടർന്ന് ചേർന്ന ധർണ BMS ജില്ലാ ജോയിന്റ് സെക്രട്ടറി K. ശിവരാജൻ ഉദ്ഘാടനം ചെയ്തു. നിത്യോപയോഗ സാധനത്തിന്റെയും ഭക്ഷ്യോൽപ്പന്നത്തിന്റെയും വില വർദ്ധിക്കുന്ന ഈ സാഹചര്യത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ ജനവിരുദ്ധ തൊഴിലാളി ദ്രോഹ നടപടികൾ മുന്നോട്ടു പോകുന്നതിനെതിരെ ഭാരതീയ മസ്ദൂർ സംഘം കഴിഞ്ഞ വർഷം ഫെബ്രുവരി മാസം ശക്തമായ സമര പരിപാടികൾക്കും പ്രക്ഷോഭങ്ങൾക്കും രൂപം നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ ജനപ്രതിനിധികൾക്കും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും 21 ഡിമാൻഡ് അടങ്ങിയ ഒരു നിവേദനം നൽകിയുണ്ടായി. എന്നാൽ പാവപ്പെട്ട ജനങ്ങൾക്ക് ബാധിക്കുന്ന ഈ പ്രധാനപ്പെട്ട ഡിമാൻഡുകൾ നടപ്പിലാക്കുവാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപ്പിലാക്കുവാൻ ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ചതുകൊണ്ടാണ് രണ്ടാം ഘട്ട പരിപാടി എന്ന നിലയിൽ അഖിലേന്ത്യാ തലത്തിലെ ഭാരതീയ മസ്ദൂർ സംഘം ഇതുപോലുള്ള സമരങ്ങളും പ്രക്ഷോഭങ്ങളും സംഘടിപ്പിച്ചു വരുന്നത്. ധർണയ്ക്ക് BMS തെന്മല പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കേശവൻ അധ്യക്ഷനായി. തൊഴിലുറപ്പ് പദ്ധതി 100 ദിനങ്ങളിൽ നിന്നും 200 ദിനങ്ങളായി ഉയർത്തുക, ശമ്പളത്തുക 300 രൂപയായി ഉയർത്തുക, പഞ്ചായത്തിലെ ഭൂരഹിതരായിട്ടുള്ളവർക്ക് ഭൂമി നൽകുക, പഞ്ചായത്തിൽ പൊതുശ്മശാനം നിർമ്മിക്കുക, പഞ്ചായത്തിലെ തൊഴിൽരഹിതരായ ചെറുപ്പക്കാർക്ക് തൊഴിൽ ഉറപ്പുവരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം സംഘടിപ്പിച്ചത്. BMS പ്രവർത്തകരായ ഇടമൺ റെജി, സുധീർ ബാബു, ധർമ്മരാജൻ തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി. ഇതുകൂടാതെ വിവിധ ആവശ്യങ്ങൾ അടങ്ങിയ നിവേദനം BMS പ്രവർത്തകർ പഞ്ചായത്ത് സെക്രട്ടറിക്ക് കൈമാറി. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ, തെന്മല. MC റോഡിൽ കൊട്ടാരക്കര ലോവർ കരിക്കത്ത് ഭാഗത്തെ വെള്ളക്കെട്ട് അപകടക്കെണി ഒരുക്കുന്നു. കൊട്ടാരക്കര ബ്യൂറോയുടെ റിപ്പോർട്ട്. MC റോഡിൽ കൊട്ടാരക്കരയ്ക്കും കരിക്കത്തിനും ഇടയിലുള്ള ലോവർ കരിക്കത്ത് റോഡ് വെള്ളക്കെട്ടായി മാറി. ഓട മുഴുവൻ നിറഞ്ഞു കവിഞ്ഞ സ്ഥിതിയിലാണ്. ഓടയുടെ സമീപത്തെ പുരയിടത്തിൽ നിന്നും ഊറ്റിറങ്ങി ഓട നിറയുന്നതാണ് നിലവിലെ സ്ഥിതിക്ക് കാരണം. മാത്രമല്ല, ഓടയുടെ ഒരു ഭാഗം മുകളിൽ നിന്നും മണ്ണിറങ്ങി മൂടിക്കിടക്കുകയാണ്. മണ്ണ് നീക്കം ചെയ്യുവാനോ ഓട വൃത്തിയാക്കുവാനോ ബന്ധപ്പെട്ടവരാരും ഇതുവരെ ശ്രമിച്ചിട്ടില്ല. ഓട നിറഞ്ഞ് മലിനജലം റോഡിലൂടെ ഒഴുകുന്ന അവസ്ഥയിലാണിപ്പോൾ. വലിയ വാഹനങ്ങൾ റോഡിലൂടെ കടന്നുപോകുമ്പോൾ ഇരുചക്ര വാഹന യാത്രക്കാരുടെ ശരീരത്തിൽ മലിനജലം വീഴുന്നത് നിത്യ കാഴ്ചയാണ്. ചിലരാകട്ടെ റോഡിലെ വെള്ളം മുന്നിൽ കണ്ട് ഇരുകാലുകളും ഉയർത്തിപ്പിടിച്ച് വാഹനം ഓടിക്കുന്നതും പതിവാണ്. ഇത് അപകടത്തിന് കാരണമാകുന്നു. ഓടയിൽ വീണുകിടക്കുന്ന മണ്ണ് നീക്കം ചെയ്താൽ മാത്രമേ ഓടയിലെ ജലം ഒഴുകിപ്പോവുകയുള്ളൂ. വെള്ളക്കെട്ടിൽ ബ്രേക്ക് ചെയ്യുമ്പോൾ കാറുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ തെന്നിമാറുന്നതും പതിവാണ്. ഇരുചക്രവാഹനം ഓടിച്ചു പോകുമ്പോൾ വെള്ളം തെറിക്കുന്നത് മൂലം ജനങ്ങൾ വളരെ ബുദ്ധിമുട്ടിലാണ്. മാത്രമല്ല, വലിയ വാഹനങ്ങൾ വരുമ്പോൾ ഇരുചക്ര വാഹനങ്ങളിലേക്ക് വെള്ളം അടിച്ചു തെറിപ്പിക്കുന്നതിന് അതുകൊണ്ട് ഈ വെള്ളക്കെട്ട് അടിയന്തരമായി മാറ്റി യാത്രാക്ലേശം പരിഹരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. ലക്ഷങ്ങൾ വില വരുന്ന റെയിൽവേ സാധനങ്ങൾ തുരുമ്പെടുത്ത് നശിക്കുന്നു. തെന്മല റെയിൽവേ സ്റ്റേഷനിലാണ് സംഭവം. പുതിയ സ്റ്റേഷൻ നിർമ്മിക്കുന്നതിനാൽ പഴയ സ്റ്റേഷന്റെ സാധനങ്ങളാണ് അധികൃതർ മണ്ണിനടിയിൽ മൂടിയത്. തെന്മല റെയിൽവേ സ്റ്റേഷനിൽ ലക്ഷങ്ങൾ വില വരുന്ന റെയിൽവേയുടെ ഇരുമ്പ് സാധനങ്ങൾ മണ്ണിനടിയിൽപ്പെട്ട നിലയിൽ. പുനലൂർ ചെങ്കോട്ട ഗേജുമാറ്റത്തിന്റെ ഭാഗമായി നടക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് പഴയ ഇരുമ്പു സാധനങ്ങൾ അലക്ഷ്യമായി മൂടപ്പെട്ടത്. തെന്മലയിൽ പുതുതായി റെയിൽവേ സ്റ്റേഷൻ നിർമ്മിക്കാൻ പഴയ സ്റ്റേഷനിൽ നിന്നും 100 മീറ്റർ അകലെയാണ് സ്ഥലം കണ്ടെത്തിയിരുന്നത്. എന്നാൽ പഴയ സ്റ്റേഷൻ പൊളിച്ചു മാറ്റുകയോ ഇരുമ്പ് സാമഗ്രികൾ ലേലം ചെയ്യുകയോ ചെയ്യുന്നതിനു പകരം മണ്ണിലിട്ട് മൂടുന്ന രീതിയാണ് റെയിൽവേ സ്വീകരിച്ചു വരുന്നത്. പഴയ റെയിൽവേ സ്റ്റേഷനും അനുബന്ധ കെട്ടിടങ്ങളും ഇതിനോടകം തന്നെ പകുതിയോളം മണ്ണിട്ട് മൂടിക്കഴിഞ്ഞു. ബ്രിട്ടീഷ് ഭരണകാലത്ത് പണികഴിപ്പിച്ച സ്റ്റേഷൻ അതിന്റെ ഭംഗി നിലനിർത്തി മ്യൂസിയമാക്കി മാറ്റണമെന്നാവശ്യപ്പെട്ട് 13 കണറ പ്രൊട്ടക്ഷൻ ഫോറം പ്രവർത്തകർ റെയിൽവേ അധികൃതരെ സമീപിച്ചിരുന്നു. ഇതുകൂടാതെ പ്ലാറ്റ്ഫോം ഉയർത്തുന്നതിന്റെ ഭാഗമായി മണ്ണിട്ടതുമൂലം റെയിൽവേയോട് ചേർന്നുള്ള ലക്ഷങ്ങൾ വില വരുന്ന തേക്കുമരങ്ങളും ഭാഗികമായി മണ്ണിനടിയിലായിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷൻ സാമൂഹ്യവിരുദ്ധരുടെ ആവാസ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. മദ്യപാനവും അനാശാസ്യ പ്രവർത്തനങ്ങളും നടക്കുന്ന ഇവിടെ പോലീസ് പെട്രോളിംഗ് നടത്താറില്ല. ന്യൂസ് ബ്യൂറോ, തെന്മല. വിപണിയിൽ മധുരക്കിഴങ്ങ് സജീവമായി. കേരളത്തിന്റെ കൃഷിയിടങ്ങളിൽ നിന്നും അന്യമായ മധുരക്കിഴങ്ങ് തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിൽ നിന്നുമാണ് ഇപ്പോൾ വിപണി കീഴടക്കാനെത്തിയിരിക്കുന്നത്. മലയാളിക്ക് മധുരം പകരാൻ തമിഴ്നാടൻ മധുരക്കിഴങ്ങ്. മലയാളിക്ക് മധുരം പകരാൻ വിപണിയിലെങ്ങും നിറഞ്ഞു നിൽക്കുകയാണ് മധുരക്കിഴങ്ങ്. കോയമ്പത്തൂരിൽ നിന്നും മേട്ടുപ്പാളയത്തു നിന്നുമാണ് ഇവൻ നമ്മുടെ നാട്ടിലെത്തുന്നത്.
മലയാളിക്ക് ഏറെ പരിചിതനാണ് ഇവനെങ്കിലും പ്രമേഹ രോഗികൾ ഏറെ ഭയക്കുന്ന ഒന്നാണ് മധുരക്കിഴങ്ങ്. കിലോയ്ക്ക് 15 മുതൽ 20 രൂപ വരെയാണ് വില. പഴമക്കാർ ഇതിനെ മധുരക്കപ്പ, കപ്പക്കിഴങ്ങ് എന്നൊക്കെയാണ് വിളിക്കുന്നത്. 2 തരത്തിലുള്ള മധുരക്കിഴങ്ങാണ് വിപണിയിൽ എത്തുന്നത്. പുറന്തോടിന് ചുവന്ന നിറമുള്ളവയും വെള്ള നിറമുള്ളവയും. ഇതിൽ ആവശ്യക്കാരേറെ ചുവന്ന പുറന്തോടുള്ളവയ്ക്കാണ്. എന്നാൽ വിലയിൽ വലിയ വ്യത്യാസമില്ല. പുതിയ തലമുറയ്ക്ക് മധുരക്കിഴങ്ങ് എന്താണെന്ന് അറിയുക പോലുമില്ല. എന്നാൽ അറിഞ്ഞുകഴിഞ്ഞാൽ ഇവനെ സാൻഡ്വിച്ചിന്റെയും ബർഗറിന്റെയും പട്ടികയിൽ ഉൾപ്പെടുത്തുമെന്നതിൽ സംശയമില്ല. എന്തിലും വ്യത്യസ്തത കണ്ടെത്തുന്ന ഈ കാലത്ത് മധുരക്കിഴങ്ങ് വിപണിയിൽ സജീവമായാൽ ഇതിന് ക്ഷാമം നേരിടുകയും കിലോയ്ക്ക് പ്രവചിക്കാൻ പറ്റാത്ത തരത്തിൽ ഭാവിയിൽ ഒരുപക്ഷെ വില ഉയർന്നേക്കാം. കച്ചവടം മാർക്കറ്റ് ചെയ്ത് ആർക്കും അറിയത്തില്ലത്. ഒരുമാതിരി അറിയുന്നവരൊന്നും മേടിക്കും. പണ്ടുള്ളവർ കഴിക്കുന്നവർക്ക് അറിയാം. പക്ഷേ ഷുഗറുകാർ ഏറ്റവും കൂടുതൽ വിറക്കുന്ന ഒരു സാധനമാണ് ഇത്. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. ചിതറ ഗ്രാമപഞ്ചായത്തിലെ അംഗൻവാടി കുട്ടികൾക്ക് വാത്സല്യ കിടക്കകൾ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് മുരളീധരൻ നായർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അംഗൻവാടി കുട്ടികൾക്കായുള്ള വാത്സല്യ കിടക്കകൾ വിതരണം ചെയ്തു. ചിതറ ഗ്രാമപഞ്ചായത്തിലെ 23 വാർഡുകളിൽ ഉൾപ്പെട്ട അംഗൻവാടികളിലെ കുട്ടികൾക്കാണ് വാത്സല്യ കിടക്കകൾ വിതരണം ചെയ്തത്. കയർഫെഡിൽ ഉൽപ്പാദിപ്പിച്ച മെത്തയും തലയണയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് മുരളീധരൻ നായർ കുട്ടികൾക്ക് നൽകി ഉദ്ഘാടനം ചെയ്തു. അംഗൻവാടിയിലെ കുട്ടികൾക്ക് ഉച്ചയ്ക്ക് കിടക്കുന്നതിന് കയർ ഫെഡ് നിർമ്മിച്ച വാത്സല്യ കിടക്കയുടെ വിതരണ ഉദ്ഘാടനമാണ് ഇനി നടക്കുന്നത്. ഇത് സംസ്ഥാന കയർ ബോർഡ് ഉണ്ടാക്കിയിരിക്കുന്ന സാധനം. ഇത് ഡോക്ടർമാർ കുഞ്ഞിന്റെ തലണേരെ വലുപ്പം ഇതിന് വരുന്നില്ലെന്ന് എനിക്കിപ്പോൾ അല്ലേ ഒരു കുഞ്ഞ് ഈ കുഞ്ഞിനൊക്കെ ഇത് മതിയെന്ന് തോന്നി. പക്ഷേ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് കയർ ഫെഡ് സാധനം, റെക്സിനല്ല. അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് അതൊരു പ്രത്യേക അനുഭവമായിരിക്കും. ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന കയർ ഫെഡിൻ്റെ എണ്ണമാണ്. 2012-13 സാമ്പത്തിക വർഷത്തിൽ നമ്മുടെ പ്രോജക്റ്റിലെ ഒരു പ്രധാനപ്പെട്ട ഇനമായിരുന്നു 1,60,000 രൂപ അല്ലേ 1,60,000 രൂപ വച്ചുകൊണ്ടുള്ള വാത്സല്യ കിടക്ക എന്ന പദ്ധതി. ഈ നിയോജകമണ്ഡലത്തിൽ നമ്മുടെ ചിതറ ഗ്രാമപഞ്ചായത്തിലാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഒരു പദ്ധതി നിർവഹണവുമായി ബന്ധപ്പെട്ട് ഒരു വർഷത്തെ പ്രോജക്റ്റ് തയ്യാറാക്കുമ്പോൾ ഈ നാട്ടിലെ എല്ലാ വിഭാഗം ആൾക്കാരുടെയും ഒരു പാർട്ടിസിപ്പേഷനും അവരുടെ അഭിപ്രായവും രൂപീകരിക്കുന്നത് ഈ സംരംഭങ്ങളുടെ തുടക്കത്തിന്റെ ഒരു പ്രധാന ഭാഗം. അങ്ങനെ വിവിധ തലങ്ങളിലുള്ള ആശയവിനിമയത്തിൽ നിന്ന് ഉടലെടുക്കുന്നതാണ് ഒരു നാടിന്റെ വികസനം. ഗ്രാമപഞ്ചായത്ത് മെമ്പർ മധിര വിജയൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ICDS സൂപ്പർവൈസർ എസ് വിജയ സ്വാഗതം പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കൊല്ലായിൽ സുരേഷ്, മടത്തറ അനിൽ, മുല്ലശ്ശേരി നജീം, ശബരിനാഥ്, MS ശ്യാമളകുമാരി, റജീല നൌഷാദ്, NS ഷീന, പ്രസന്ന തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. പുനലൂർ നഗരസഭാ പരിധിയിൽ വിശ്രമ കേന്ദ്രം വേണമെന്ന ആവശ്യം ശക്തമാകുന്നു. വിവിധ കാരണങ്ങളാൽ നീക്കം ചെയ്യപ്പെട്ട വിശ്രമ കേന്ദ്രങ്ങൾ അടിയന്തരമായി സ്ഥാപിക്കണമെന്നാണ് ആവശ്യം. വിശ്രമ കേന്ദ്രമില്ലാത്ത നഗരസഭ എന്ന ഖ്യാതി ഇനി പുനലൂർ നഗരസഭയ്ക്ക് സ്വന്തം. പൊരിവെയിലത്തും പെരുമഴയത്തും കടത്തിണ്ണകളെ അഭയം പ്രാപിക്കേണ്ട സ്ഥിതിയാണ് പുനലൂരിലെത്തുന്നവർക്കുള്ളത്. പട്ടണത്തിന്റെ മോടി പിടിപ്പിക്കലിന്റെ ഭാഗമായി അഡ്വക്കേറ്റ് D. സുരേഷ് കുമാർ നഗരസഭാ ചെയർമാനായിരുന്ന സമയം പെട്ടിക്കടകൾ പൊളിക്കുന്നതിനൊപ്പം വെയിറ്റിംഗ് ഷെഡും പൊളിച്ചു മാറ്റിയിരുന്നു. പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ പോസ്റ്റ് ഓഫീസിന് മുൻപിലായി ഉണ്ടായിരുന്ന വെയിറ്റിംഗ് ഷെഡ് ഇരുന്ന സ്ഥലത്ത് മോടി പിടിപ്പിക്കലൊന്നും നടന്നില്ലെങ്കിലും ഇപ്പോൾ ഉന്തുവണ്ടികൾ വിശ്രമിക്കുന്നുണ്ട്. പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ കൊല്ലം പാതയിൽ ഒരു വെയിറ്റിംഗ് ഷെഡ് ഉണ്ടായിരുന്നു. അർദ്ധരാത്രിയിൽ അജ്ഞാത വാഹനം ഇടിച്ചിട്ടു. പൊളിഞ്ഞു വീണ വെയിറ്റിംഗ് ഷെഡ് എടുത്തുമാറ്റുന്ന ധൃതി പുനർനിർമ്മിക്കുന്നതിൽ കണ്ടില്ല. വെയിറ്റിംഗ് ഷെഡ് ഇരുന്ന സ്ഥലത്ത് അതിന്റേതായ ശേഷിപ്പുകളൊന്നും ഇന്നില്ല. ഇടിച്ചിട്ട വാഹനത്തെ തേടി ആരും പോയതുമില്ല. താലൂക്ക് ആശുപത്രി ജംഗ്ഷനിലെയും സ്ഥിതി മറിച്ചല്ല. രോഗികളായി എത്തുന്നവരും സ്ത്രീകളും കുട്ടികളുമെല്ലാം കടത്തിണ്ണയെ അഭയം പ്രാപിക്കേണ്ട സ്ഥിതിയാണ് ഉള്ളത്. ചെമ്മന്തൂരിൽ സ്വകാര്യ ബാറിന് മുൻവശത്തായാണ് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ബസ് കാത്തു നിൽക്കുന്നത്. KSRTC ജംഗ്ഷനിലെയും TB ജംഗ്ഷനിലെയും സ്ഥിതി മറിച്ചല്ല. വിശ്രമ കേന്ദ്രം വേണമെന്ന ആവശ്യം നിരവധി തവണ ഉയർന്നെങ്കിലും നഗരസഭാ ഭരണാധികാരികളുടെ അനാസ്ഥയാണെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. പുനലൂർ നഗരസഭയുടെ മുൻ ചെയർമാനായ PO തോമസ് വൈദ്യൻ അദ്ദേഹത്തിന്റെ മെമ്മോറിയലായിട്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിലുള്ള ആ വെയിറ്റിംഗ് ഷെഡ് പൊളിച്ചു കളയുകയും പകരം പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ തന്നെ ഒരു കടയോട് ചേർത്ത് വെച്ച് ഒരു വെയിറ്റിംഗ് ഷെഡ് നിർമ്മിക്കുകയും ചെയ്തു.
കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അത് പൊളിയുകയും പിന്നെ അത് അധികൃതർ പുനലൂരിന്റെ ഭരണസമിതിക്കാർ ആ പ്രദേശത്തോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ സത്യം. നമ്മുടെ നഗരത്തിലെ ഏറ്റവും ചൂട് കൂടിയ പ്രദേശമായ പുനലൂരിനെ സംബന്ധിക്കുന്നിടത്തോളം യാത്രക്കാർക്ക് ഒട്ടനവധി ക്ലേശങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. വെയിറ്റിംഗ് ഷെഡുകളില്ല. പുനലൂർ ടൗണിൽ വരുന്നവർക്ക് മൂത്രമൊഴിക്കുന്നതിനുള്ള മൂത്രപ്പുരകളില്ല. അങ്ങനെ ഒട്ടനവധി ഈ ഭരണസമിതിക്കാർ യാതൊരു വിധത്തിലുമുള്ള സൗകര്യങ്ങൾ അവർക്ക് ഒരുക്കി കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അതിന്റെ സത്യം. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഗവൺമെന്റ് സ്കൂൾ ടീച്ചേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിലുള്ള നവചൈതന്യ സന്ദേശയാത്രയ്ക്ക് കൊട്ടാരക്കരയിൽ സ്വീകരണം നൽകി. 12-ന് കാസർഗോഡ് നിന്നും ആരംഭിച്ച യാത്ര 22-ന് പാറശാലയിൽ സമാപിക്കും. ഗവൺമെന്റ് സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ നയിക്കുന്ന വിദ്യാഭ്യാസ നവചൈതന്യ സന്ദേശയാത്രയ്ക്ക് കൊട്ടാരക്കരയിൽ സ്വീകരണം നൽകി. നവംബർ 12-ന് കാസർഗോഡ് നിന്ന് ആരംഭിച്ച സന്ദേശയാത്ര 22-ന് പാറശാലയിൽ സമാപിക്കും. പാഠ്യപദ്ധതി പരിഷ്കരണം, പൊതുവിദ്യാലയ ശാക്തീകരണത്തിന്, വിദ്യാഭ്യാസ അവകാശ നിയമം, രാഷ്ട്രീയ പുരോഗതിക്ക്, ഗുണമേന്മ വിദ്യാഭ്യാസം, വിജ്ഞാന സമ്പത്തിന്, വിവരാവകാശ നിയമം, അഴിമതിരഹിത സമൂഹത്തിന്, ഭക്ഷ്യസുരക്ഷ, ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്, ഭൂരഹിതരില്ലാത്ത കേരളം, സാമൂഹ്യ സമത്വത്തിന് എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് വിദ്യാഭ്യാസ നവചൈതന്യ സന്ദേശയാത്ര നടത്തുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടത്തിയിട്ടുള്ള ജനക്ഷേമ പ്രവർത്തനങ്ങൾ പൊതുസമൂഹത്തിലെത്തിക്കുന്നതിനും അധ്യാപകർക്കും ജീവനക്കാർക്കും കേന്ദ്ര നിരക്കിൽ ശമ്പളം പരിഷ്കരിക്കാനുള്ള നടപടികൾ ആരംഭിക്കുന്നതിന് സർക്കാരിനെ പ്രേരിപ്പിക്കുന്നതിനും വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതിനും ഈ സന്ദേശങ്ങൾ ജനങ്ങളിലെത്തിക്കുന്നതിനും വേണ്ടിയാണ് ഗവൺമെന്റ് സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ സംസ്ഥാന സമിതി വിദ്യാഭ്യാസ നവചൈതന്യ സന്ദേശയാത്ര സംഘടിപ്പിക്കുന്നത്. വെള്ളിയാഴ്ച വൈകിട്ട് പാറശാലയിൽ സമാപിക്കുന്ന സന്ദേശയാത്രയുടെ സമാപന ചടങ്ങ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്യും. യൂണിയൻ പ്രസിഡന്റ് ജെ ശശി, ജനറൽ സെക്രട്ടറി എം സലാഹുദ്ദീൻ, ട്രഷറർ കെ സുരേഷ് കുമാർ എന്നിവർ സ്വീകരണ സമ്മേളനത്തിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. ചടയമംഗലം മഹാദേവ ക്ഷേത്രത്തിൽ പുതുതായി പണികഴിപ്പിച്ച വഴിപാട് കൌണ്ടറിന്റെ ഉദ്ഘാടനം നടന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ചീഫ് എഞ്ചിനീയർ ജോളി ഉല്ലാസ് ഉദ്ഘാടനം ചെയ്തു. ചടയമംഗലം ശ്രീ മഹാദേവർ ക്ഷേത്രത്തിൽ പുതുതായി പണികഴിപ്പിച്ച വഴിപാട് കൌണ്ടറിന്റെ ഉദ്ഘാടനം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ചീഫ് എഞ്ചിനീയർ ജോളി ഉല്ലാസ് നിർവഹിച്ചു. സബ് ഗ്രൂപ്പ് ഓഫീസർ രാജേന്ദ്രൻ പിള്ള, ക്ഷേത്ര മേൽശാന്തി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, ശാന്തി കൃഷ്ണൻ നമ്പൂതിരി, പുനരുദ്ധാരണ കമ്മിറ്റി പ്രസിഡന്റ് മഠത്തിൽ മോഹനൻ പിള്ള, ഉപദേശക സമിതി പ്രസിഡന്റ് ജി ബാലചന്ദ്രൻ പിള്ള, സെക്രട്ടറി സജുകുമാർ, കൃഷ്ണകുമാർ, വി എസ് ഉണ്ണികൃഷ്ണൻ, രാജേഷ് കണ്ണങ്കോട്, ഭുവനചന്ദ്രൻ പിള്ള, ജയചന്ദ്രൻ പിള്ള തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചടയമംഗലം. നാടൻ ഭക്ഷണത്തിന്റെ രുചി ജനങ്ങളിലെത്തിക്കാൻ പുനലൂരിൽ ഫുഡ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നു. 24-ന് പുനലൂർ തൊളിക്കോട് സെന്റ് ജോർജ് പാരിഷ് ഹാളിലാണ് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത്. സിനിമാ താരം NL ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. നാടൻ ഭക്ഷണരുചി അടുത്തറിയാൻ നവംബർ 24-ന് പുനലൂരിൽ ഫുഡ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തൊളിക്കോട് സെന്റ് ജോർജ് ഓർത്തഡോക്സ് ചർച്ചിന്റെ ആഭിമുഖ്യത്തിലായിരിക്കും ഫുഡ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുക. തൊളിക്കോട് സെന്റ് ജോർജ് പാരിഷ് ഹാളിലും അനുഗ്രഹ ഓഡിറ്റോറിയത്തിലുമായി നടക്കുന്ന ഫുഡ് ഫെസ്റ്റിവൽ സുപ്രസിദ്ധ സിനിമാ താരം NN ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. 100-ൽ പരം നാടൻ പലഹാരങ്ങൾ, നാടൻ ഭക്ഷണമേള, നാടൻ തട്ടുകട, വിവിധതരം പായസങ്ങൾ, വിവിധതരം അച്ചാറുകൾ, വസ്ത്രങ്ങൾ, CD, VCD, DVD സ്റ്റോൾ, ക്രിസ്മസ് സ്റ്റാർ, ആഭരണങ്ങൾ എന്നിവ കൂടാതെ വിപണനമേളയും സംഘടിപ്പിച്ചിട്ടുള്ളതായി സംഘാടകർ അറിയിച്ചു. 2013 നവംബർ മാസം 24-ാം തീയതി ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ നാടൻ രുചികളുടെ ഏറ്റവും സമൃദ്ധമായ ഒരു വിപണന മേള അവിടെ സംഘടിപ്പിക്കപ്പെടുകയാണ്. ഇടവകയോട് ചേർന്ന് നിർമ്മിച്ചിട്ടുള്ള അനുഗ്രഹ പാരിഷ് ഹാളിൽ വെച്ച് ഈ സംഭവം നടക്കുമ്പോൾ ഇത് ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് വിശിഷ്ടാതിഥിയായി കടന്നെത്തുന്നത് സുപ്രസിദ്ധ സിനിമാ താരം ശ്രീ NN ബാലകൃഷ്ണൻ അവറുകളാണ്. അതേ തുടർന്ന് സമീപ ഇടവകകളുടെ പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്ന വികാരി അച്ഛന്മാരും ആശംസകൾ അർപ്പിക്കുന്നുണ്ട്. ഈ പരിപാടിയുടെ വിജയത്തിനായിട്ട് 60ഓളം അംഗങ്ങൾ വരുന്ന ഒരു സംഘാടക സമിതി രൂപീകരിച്ചിട്ടുണ്ട്. അവരുടെ ശക്തവും ആത്മാർത്ഥവുമായ പ്രവർത്തനം ഇതിന്റെ പിൻബലമായി ലഭിക്കുന്നുണ്ട്.
നാളെ കഴിഞ്ഞ് ഇതിവിടെ പൂർത്തീകരിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയാകുമ്പോൾ ഇതൊരു സമ്പത്തുണ്ടാക്കുന്ന ഒരു ക്രമീകരണമായിട്ടല്ല ഇടവക ഇതിനെ കാണുന്നത്. എല്ലാ ജാതി മതസ്ഥർക്കും പുനലൂരിൻ്റെ തനതായ ശൈലിയിലുള്ള ഭക്ഷണം നുകരുവാനും ആസ്വദിക്കുവാനും പരസ്പരം നമ്മുടെ ബന്ധങ്ങളെ പുതുക്കുവാനുമുള്ള ഒരു വലിയ ശക്തമായ ഒരാശയമാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. കപ്പ മീൻകറി, കപ്പ ബിരിയാണി, ഓംലെറ്റ്, ചപ്പാത്തി, ചിക്കൻ, ബീഫ് ഫ്രൈ, ഇങ്ങനെയുള്ള നാടൻ വിഭവങ്ങളാണ് പ്രധാനമായിട്ടും ഉൾപ്പെടുത്തുന്നത്. അതോടൊപ്പം നാടൻ പലഹാരങ്ങളായി തന്നെ ഒരു 100-ൽ പരം കാര്യങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 7 സ്റ്റോളുകളായിട്ടാണ് ഈ കാര്യങ്ങൾ ക്രമീകരിക്കുന്നത്. അത് ഇടവകയുടെ ആധ്യാത്മിക സംഘടനകളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. അതിനകത്ത് നമുക്ക് ചെല്ലുന്ന കൗണ്ടറിൽ തന്നെ പ്രവേശന കൂപ്പൺ ലഭ്യമാണ്. പ്രവേശനം പൂർണ്ണമായും സൗജന്യമായിരിക്കും. ആ പ്രവേശന കൂപ്പൺ പൂരിപ്പിച്ച് അവിടെ നിക്ഷേപിക്കേണ്ടുന്ന ഒരു പെട്ടിയിൽ അത് നിക്ഷേപിക്കുമ്പോൾ അവിടെ ആകെ പങ്കെടുക്കുന്ന മുഴുവൻ പേരുടെയും ഇടയിൽ നിന്ന് ഒരാൾക്ക് ഒരു ഭാഗ്യശാലിയെ കണ്ടെടുത്ത് വിലപിടിപ്പുള്ള ഒരു സമ്മാനം അവിടെ വെച്ച് വേദി നൽകുന്നതാണ്. ഫാദർ ഐസക് ബി പ്രകാശ്, ബാബുജി ജോർജ്, പ്രിൻസ് ജോൺ, രാജു ജോൺ, കുഞ്ഞുമോൾ ജോർജ്, ബിനു കോശി, കുഞ്ഞുഞ്ഞമ്മ ബാബു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കൊട്ടാരക്കരയിൽ നടന്നുവന്ന വിദ്യാരംഗം കലാസാഹിത്യവേദി സമാപിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാരംഗം കലാസാഹിത്യവേദി 2ാമത് റവന്യൂ ജില്ലാ സാഹിത്യോത്സവം കൊട്ടാരക്കരയിൽ സംഘടിപ്പിച്ചു. വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് മർത്തോമ ഗേൾസ് ഹൈസ്കൂളിൽ നടന്ന സാഹിത്യോത്സവം അഡ്വക്കേറ്റ് പി ഐഷ പോറ്റി MLA ഉദ്ഘാടനം ചെയ്തു. കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗം പാത്തല രാഘവൻ അധ്യക്ഷനായി. കൊല്ലം ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ CV ലിജി സ്വാഗതം പറഞ്ഞു. പുനലൂർ വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ MR നരേന്ദ്രനാഥ്, കൊല്ലം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ KI ലാൽ, കൊട്ടാരക്കര ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ K ലില്ലിക്കുട്ടി, ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർ MV ജോർജ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. കാവ്യമഞ്ജരി, കഥാരചന, കവിതാരചന, ഉപന്യാസം എന്നീ മത്സരങ്ങളാണ് വ്യാഴാഴ്ച നടത്തിയത്. 2 ദിവസം നീണ്ടുനിൽക്കുന്ന സാഹിത്യോത്സവം വെള്ളിയാഴ്ച സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. പുനലൂർ തൂക്കുപാല നവീകരണം അനന്തമായി നീളുന്നു. അധികൃതരുടെ അനാസ്ഥയെന്ന് ആരോപണം. തൂക്കുപാലത്തിൽ പാകുവാനുള്ള കമ്പകത്തടി വനംവകുപ്പ് ഡിപ്പോയിൽ നിന്ന് പുരാവസ്തു ഏറ്റെടുത്തില്ല. രാജഭരണകാലത്തിന്റെ തിരുശേഷിപ്പായ പുനലൂർ തൂക്കുപാലം പുതിയ തലമുറയുടെ ഭരണ വൈകൃതത്തിന്റെ ബാക്കിപത്രമായി തുടരുന്നു. പുരാവസ്തു സംരക്ഷണയിലുള്ള ഈ തൂക്കുപാലം പുനലൂരിന്റെ വാണിജ്യ വ്യാവസായിക വികസന രംഗത്തിന് നൽകിയ സംഭാവനകൾ പാടെ വിസ്മരിച്ച ഭരണവർഗം തൂക്കുപാലത്തിന് ശവക്കുഴി തോണ്ടിയിരിക്കുകയാണ്. ഒരു കാലത്ത് കൌതുക കാഴ്ചയായിരുന്ന തൂക്കുപാലം ഇന്ന് അസ്ഥിപഞ്ജരമായി അവഹേളനയുടെ പ്രതീകമായി തുടരുന്നു. ജില്ലയുടെ മലയോര മേഖലയായ പുനലൂരിലൂടെ മതിച്ചൊഴുകുന്ന കല്ലടയാറിന്റെ തീരത്ത് ഇരുകരകളെയും ബന്ധിപ്പിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് രൂപം കൊണ്ട ആശയമാണ് പുനലൂർ തൂക്കുപാലം. തിരുവിതാംകൂർ രാജാവായിരുന്ന ആയില്യം തിരുനാളിന്റെ കാലത്ത് 1980 ആണ് പാലം പൊതുജന ഗതാഗതത്തിനായി തുറന്നുകൊടുത്തത്. 1871 അന്നത്തെ ദിവാനായിരുന്ന നാണുപിള്ളയാണ് തൂക്കുപാലം നിർമ്മിക്കാൻ അനുമതി നൽകിയത്. ബ്രിട്ടീഷ് സാങ്കേതിക വിദഗ്ധൻ ആൽബർട്ട് ഹെൻറിയുടെ രൂപകൽപ്പനയിലും മേൽനോട്ടത്തിലുമാണ് നിർമ്മാണം ആരംഭിച്ചത്. 1877 നിർമ്മാണം പൂർത്തിയായി. കൊല്ലം മധുര ദേശീയപാതയിൽ കല്ലടയാറിന് കുറുകെ 20 അടി വീതിയിലും 400 അടി നീളത്തിലും നിർമ്മിച്ച പാലം തെക്കേ ഇന്ത്യയിലെ എക്കാലത്തെയും വലിയ അത്ഭുതമായി ഇന്നും തുടരുകയാണ്. നിർമ്മാണത്തിലെ വ്യത്യസ്തതയ്ക്കൊപ്പം പാലത്തിന്റെ സവിശേഷതകളും തൂക്കുപാലത്തെ വ്യത്യസ്തമാക്കുന്നുണ്ട്. കല്ലടയാറിന്റെ ഇരു കരകളിൽ